ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൊഴിൽ വാർത്തയാണ്. കേട്ടോ, തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള മോഡൽ ടെസ്റ്റാണ്. രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണ്. ഒന്നാമത്തെ മോക്ക് ടെസ്റ്റിനെക്കാട്ടി കുറച്ചും കൂടി ഒരു ലെവൽ കൂടി എക്സാം എന്ന് എനിക്ക് തോന്നിയത് രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയാണ് കേട്ടോ. ജൂലൈ 20 വന്ന ലേറ്റസ്റ്റ് തൊഴിൽ വാർത്തേൻ്റെയാണ്. അപ്പോൾ നമുക്ക് മാത്സ് നോക്കുന്നില്ല, GK തൊട്ട് നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാസ്കോഡഗാമയുടെ സന്ദർശന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശമാണ് ഏത്? നെടിയിരുപ്പ് സ്വരൂപം, ഇളയിടത്ത് സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം, പേരകത്ത് സ്വരൂപം. ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപമാണ് കേട്ടോ. കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം ചോദിച്ചാൽ നെടിയിരുപ്പ് സ്വരൂപമാണ്. അപ്പോൾ ഇളയിടത്ത് സ്വരൂപം എവിടെ ഭരിച്ചതാണ്? ഇളയിടത്ത്, അത് കൊട്ടാരക്കരയാണ് കേട്ടോ. ഇളയിടത്ത് സ്വരൂപം കൊട്ടാരക്കരയാണ്. തൃപ്പാപ്പൂർ സ്വരൂപമാണെങ്കിലോ? തൃപ്പാപ്പൂർ ആണെങ്കിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്നതാണ് തൃപ്പാപ്പൂർ സ്വരൂപം. ഇനി ചിറവ സ്വരൂപം എവിടെ ഭരിച്ചതെന്നാണ്? ചിറവ സ്വരൂപം അത് വേണാടാണ് കേട്ടോ. ചിറവ സ്വരൂപം ഭരിച്ചത് വേണാടാണ്. ഇനി പെരുമ്പടപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് ശ്രീധരൻ പിള്ളയ്ക്ക് അറിയാമല്ലേ. അപ്പോൾ പെരുമ്പടപ്പ് സ്വരൂപം എവിടെ ഭരിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ് കേട്ടോ. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചിയിലാണ്. കോലാ സ്വരൂപമാണെങ്കിൽ കോലോത്തുനാടാണ്. കോലാ സ്വരൂപം കോലോത്തുനാടാണ്. ഇനി ഇളയിടത്ത് സ്വരൂപം നമ്മൾ കൊട്ടാരക്കര പറഞ്ഞു. ഇളങ്ങല്ലൂർ സ്വരൂപമുണ്ട്. ഇളങ്ങല്ലൂർ സ്വരൂപം അത് ഇടപ്പള്ളിയാണ് കേട്ടോ. ഇളങ്ങല്ലൂർ സ്വരൂപമാണെങ്കിൽ ഇടപ്പള്ളിയാണ്. പിന്നെ ദേശിംഗനാട് എന്നൊക്കെ അറിയപ്പെടുന്നത് കൊല്ലത്തിനാണ്. ദേശിംഗനാട് എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. പിന്നെ പുറക്കാട്, നമ്മുടെ പുറക്കാട് യുദ്ധമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പുറക്കാട് എന്നറിയപ്പെടുന്നത് മെയിൻലി കായംകുളമാണ്. കായംകുളത്തുള്ള അമ്പലപ്പുഴ, കുട്ടനാട് ആ ഭാഗങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ പുറക്കാട് സ്ഥലത്തായിട്ട് വരുന്നത് കേട്ടോ. പുറക്കാട് യുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ തിരുവിതാംകൂറും കായംകുളം തമ്മിലുണ്ടായ യുദ്ധമാണ് 1746. അപ്പോൾ പുറക്കാട് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ അമ്പലപ്പുഴയും അതേപോലെ കുട്ടനാടും ഒക്കെ ചേർന്ന് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പൊന്മന അണയും പുത്തൻ അണയും പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന്. പൊന്മന അണയും പുത്തനണയും പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജാവ്, സ്വാതി തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ചിത്ര തിരുനാൾ. ഇതിലാരാണ്? മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. പൊന്മണ അണയും അതുപോലെ പുത്തനണയും പണി കഴിപ്പിച്ച മാർത്താണ്ഡവർമ്മ രാജാവാണ്. ഈ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കാലഘട്ടം എവിടെ നിന്നിട്ട് എവിടം വരെയാണെന്ന് ചോദിച്ചാൽ 1729 മുതൽ 1758 വരെയാണ് കേട്ടോ. 1729 ടു 1758 വരെയാണ്. 58 നാട് നീങ്ങിയതോട് കൂടിയിട്ട് നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലം അവസാനിക്കുകയായിരുന്നു. ഇനി മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം കൂടെ നോക്കണം. അത് 1706 കേട്ടോ. മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം 1706. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വേറൊരു സംഭവം, മാർത്താണ്ഡവർമ്മ കൊണ്ടുവരുന്ന കുറച്ച് ഭരണ പരിഷ്കാരങ്ങളുണ്ട്. അതാണ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് അറിയപ്പെട്ടിരുന്ന പേരാണെന്ത്? പതിവ് കണക്കെന്നറിയപ്പെട്ടിരുന്നു. ചെക്ക് പോസ്റ്റുകൾ അറിയപ്പെട്ടിരുന്നത് ചൗക്കുകൾ എന്നാണ് കേട്ടോ. ചെക്ക് പോസ്റ്റ് ചൗക്കുകളും. ഇനി പോസ്റ്റൽ സമ്പ്രദായമാണ് അഞ്ചൽ എന്നറിയപ്പെട്ടത്. താലൂക്ക് ഓഫീസ് ആണെങ്കിലോ താലൂക്ക്, അത് മണ്ഡപത്തും വാതിക്കലാണ്. തഹസിൽദാർ അറിയപ്പെട്ടത് കാര്യക്കാർ എന്നാണ്. തഹസിൽദാർ കാര്യക്കാർ എന്നറിയപ്പെട്ടു. വില്ലേജ് ഓഫീസ് ആണെങ്കിൽ പകുതികൾ എന്നറിയപ്പെട്ടു. പകുതികളും വില്ലേജ് ഓഫീസർമാർ പർവത്തിക്കാർ എന്നറിയപ്പെട്ടു. പർവത്തിക്കാർ. ഇനി ധനമന്ത്രിമാരാണെങ്കിൽ മുളക് മടിശീലക്കാർ എന്നും അറിയപ്പെട്ടു. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ 3 ദിവാൻമാരെ പഠിക്കാം. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ആദ്യത്തെ ദിവാനാണ് അറുമുഖൻ പിള്ള, അല്ലെങ്കിൽ നമ്മുടെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ചോദിച്ചാലും ആര് തന്നെയാണ്? അറുമുഖൻ പിള്ളയാണ്. 1729 മുതൽ 36 വരെയായിരുന്നു അറുമുഖൻ പിള്ളയുടെ കാലഘട്ടം. 29 മുതൽ 36 വരെ. അതിനുശേഷം താണുപിള്ളയായിരുന്നു. താണുപിള്ളയ്ക്ക് ശേഷം രാമയ്യൻ ദളവയാണ് കേട്ടോ. താണുപിള്ള 36 മുതൽ 37 വരെയായിരുന്നു. പിന്നെ അറുമുഖൻ നമ്മുടെ രാമയ്യൻ ദളവയാണെങ്കിൽ 1737 മുതൽ 56 വരെയായിരുന്നു. പിന്നെ ഒന്നാം തൃപ്പടിദാനം 1750 ജനുവരി 3 നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ സമയത്തായിരുന്നു. അതുപോലെ ഉദയഗിരി കോട്ട പുതുക്കി പണിഞ്ഞതാരെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഉദയഗിരി കോട്ട പുതുക്കി പണിഞ്ഞു. പക്ഷെ ഉദയഗിരി കോട്ട ഫസ്റ്റ് പണിഞ്ഞ രാജാവ് ചോദിച്ചാലോ ഉദയഗിരി കോട്ട അത് വീര രവിവർമ്മയാണ് കേട്ടോ. ഉദയഗിരിക്കോട്ട പണിഞ്ഞത് വീര രവിവർമ്മയാണ്. പക്ഷെ അത് പുതുക്കി പണിയതാരെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിഞ്ഞു. അതിനുശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വേണ്ട ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയും. കുലശേഖര മണ്ഡലമാണെങ്കിൽ അത് പണികഴിപ്പിച്ചതോ അത് നമ്മുടെ കാർത്തിക തിരുനാളാണ് കേട്ടോ. കുലശേഖര മണ്ഡലം പണികഴിപ്പിച്ചത് കാർത്തിക തിരുനാളാണ്. ഒറ്റക്കൽ മണ്ഡലമാണെങ്കിൽ മാർത്താണ്ഡവർമ്മയാണ്. ഇനി പിന്നെ മുറജപം ഭദ്രദീപം കൊണ്ടുവന്നതും നമ്മുടെ ഹിരണ്യഗർഭം എന്നുള്ള ചടങ്ങ് കൊണ്ടുവന്നതും ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ചതും ഇതെല്ലാം മാർത്താണ്ഡവർമ്മ തന്നെയാണ്. പിന്നെ മാർത്താണ്ഡവർമ്മയുടെ ടൈമിലുള്ള കുറച്ച് യുദ്ധങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ പുറക്കാട് യുദ്ധം. ഏത് വർഷമാണ്? 1746 പുറക്കാട് യുദ്ധമുണ്ട്.
അതിനുശേഷം കുറച്ച് സന്ധികളൊക്കെ ഉണ്ട്. ഒക്കെ അതിന് മുന്നേ ഈ നമ്മുടെ മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നത് തിരുവിതാംകൂറിലെ അശോകൻ എന്നാണ്. കാരണം മാർത്താണ്ഡവർമ്മയുടെ ടൈമിലാണ് തിരുവിതാംകൂറിൻ്റെ ആ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് കുറേ കൂടിയതും കുറേ നാട്ടുരാജ്യങ്ങളെ അങ്ങോട്ടേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതൊക്കെ മാർത്താണ്ഡവർമ്മയുടെ സമയത്താണ്. അതുകൊണ്ട് തന്നെ മാർത്താണ്ഡവർമ്മനെ തിരുവിതാംകൂറിൻ്റെ അശോകനെന്നും ബിസ്മാർക്ക് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് കൂട്ടിച്ചേർത്തപ്പെട്ടത് ആറ്റിങ്ങലാണ് കേട്ടോ. ഏത് വർഷമെന്ന് ചോദിച്ചാൽ 1730 1730 ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്തു. പിന്നീട് 31, 33 കാലഘട്ടങ്ങളിലാണ് 1731, 33 നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിഞ്ഞു. 1741 നമുക്കെല്ലാവർക്കും അറിയാം 41 ഓഗസ്റ്റ് 10 എന്ത് സംഭവിച്ചു? കുളച്ചൽ യുദ്ധം തുടങ്ങിയല്ലേ. കുളച്ചൽ യുദ്ധം സംഭവിച്ചു. കുളച്ചൽ യുദ്ധത്തിന് തൊട്ട് മുൻപാണ് കൊട്ടാരക്കര പിടിച്ചെടുത്തത് കേട്ടോ. ചിലപ്പം ഇങ്ങനെ ഓർഡറിലൊക്കെ ആക്കാൻ തന്നു കഴിഞ്ഞാൽ 1741 കുളച്ചൽ യുദ്ധം നടന്നു. അതിന് തൊട്ട് മുൻപ് 41 തന്നെ കൊട്ടാരക്കര പിടിച്ചെടുക്കുക ചെയ്തു. ഈ കൊട്ടാരക്കര പിടിച്ചെടുത്തതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതായത് 1734 മാർത്താണ്ഡവർമ്മ കൊട്ടാരക്കര കീഴടക്കുകയും രാജാവായിരുന്ന വീരകേരളവർമ്മയെ തടവിലാക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് 36 ഈ വീരകേരളവർമ്മ അന്തരിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് കൊട്ടാരക്കര റാണിയെ അവിടെ സ്ഥാനം ആരോഹണം ചെയ്യാൻ വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ അനുവദിക്കുന്നില്ല. പിന്നീട് 1741 റാണിയെ ഡച്ചുകാരുടെ സഹായത്തോടെ റാണിയെ കൊട്ടാരക്കരയുടെ ഭരണാധികാരിയായിട്ട് അവരോധിക്കുന്നുണ്ട്. അങ്ങനെ തുടർന്ന് തിരുവിതാംകൂർ സൈന്യം കൊട്ടാരക്കരയോട് യുദ്ധം ചെയ്യുകയും കൊട്ടാരക്കരനെ 1741 പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഡച്ചുകാർക്കെതിരെ കുളച്ചൽ യുദ്ധമൊക്കെ പ്രഖ്യാപിക്കുന്നത്. അതിൽ ഡച്ചുകാർ പരാജയപ്പെടുകയൊക്കെ ചെയ്തു. ക്യാപ്റ്റൻ ഡെലനോയ് എന്ത് ചെയ്തു? ഡച്ചുകാരുടെ ഇതിൽ നിന്ന് നമ്മുടെ തിരുവിതാംകൂറിലേക്ക് വരികയും നമ്മുടെ ക്യാപ്റ്റൻ ഡെലനോയ് ആയിട്ട് വലിയ കപ്പിത്താനായിട്ട് മാറുകയും ചെയ്തു. ഈ ക്യാപ്റ്റൻ ഡെലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ പറയും? അത് കന്യാകുമാരിയിലെ ഉദയഗിരിക്കോട്ടിലാണ് കേട്ടോ. ഉദയഗിരിക്കോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഭാഗത്ത് നമ്മൾ നോക്കേണ്ടത്, കുളച്ചൽ യുദ്ധത്തിൻ്റെ പരാജയത്തോടെ ഡച്ചുകാർ കൊല്ലം രാജാവിൻ്റെ സഹായത്തോടെ പിടിച്ചെടുത്ത പ്രദേശം ഒന്ന് നോക്കിക്കോട്ടോ. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്ത ഡച്ചുകാർ, പക്ഷെ അതിനുശേഷം കൊല്ലം രാജാവിൻ്റെ സഹായത്തോടെ ഇവർ വാമനപുരം പിടിച്ചെടുത്തു കേട്ടോ. വാമനപുരം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ഡച്ചുകാരുടെയും കായംകുളത്തിൻ്റെ സംയുക്ത സൈന്യം കിളിമാനൂർ 1742 പിടിച്ചെടുത്തു. ഇതിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ എന്ത് ചെയ്തു? കിളിമാനൂരിൽ പോയിട്ട് യുദ്ധമുണ്ടാക്കി. കിളിമാനൂരിനെയും 1742 കിളിമാനൂരിനെയും തിരുവിതാംകൂറിലേക്ക് ചേർക്കപ്പെടുന്നുണ്ട്. അപ്പം 41 കൊട്ടാരക്കരയുണ്ട്, 42 കിളിമാനൂർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1742 ഉടമ്പടിയാണ് ഏത്? മാന്നാർ ഉടമ്പടി കേട്ടോ. മാന്നാർ ഉടമ്പടി മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവുമായിട്ടായിരുന്നു 1742. 46 നമ്മൾ പുറക്കാട് യുദ്ധം പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഓടനാട്, നമ്മൾ ദേശിംഗനാട് എന്നറിയപ്പെടുന്ന കൊല്ലം എന്ന് പറഞ്ഞു. അതേപോലെ ഓടനാട് എന്നറിയപ്പെടുന്ന രാജവംശം അല്ലെങ്കിൽ ഏത് നാട്ടുരാജ്യം എന്ന് ചോദിച്ചാൽ കായംകുളമാണ് കേട്ടോ. ഓടനാട് എന്നറിയപ്പെടുന്നത് കായംകുളമാണ്. പിന്നെ ഒരു സന്ധി എന്ന് പറയുമ്പം നമ്മുടെ കൊച്ചിയും അതേപോലെ തിരുവിതാംകൂറും തമ്മിൽ ഒപ്പിട്ട ഒരു സന്ധിയുണ്ട്. അത് ശരിക്കും നമ്മുടെ ആനന്ദേശ്വര യുദ്ധത്തിന് ശേഷമാണ്. ആനന്ദേശ്വര യുദ്ധം 1754 അത് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലുണ്ടായ യുദ്ധമാണ്. അതിനുശേഷം 1757 അവരൊരു സന്ധിയിൽ ഏർപ്പെടുന്നുണ്ട്. തിരുവിതാംകൂർ അതായത് നമ്മുടെ സാമൂതിരി ഒരു യുദ്ധത്തിന് വന്നപ്പോൾ സാമൂതിരിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് കൊച്ചിയും തിരുവിതാംകൂറും 1757 ഒരു സന്ധിയിൽ ഒപ്പിടുന്നുണ്ട്. ആ സന്ധിയിൽ മുൻകൈയെടുത്ത ആൾ പാലിത്ത് കോമ്യച്ചനാണ്. അതേപോലെ തന്നെ സുചീന്ദ്രം ഉടമ്പടിയുണ്ട്. അത് 1762 അതും തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ഒപ്പിടുന്നതാണ്. അതിനും മുൻകൈ എടുത്തത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് പാലിത്ത് കോമ്യച്ചനും തിരുവിതാംകൂറിൽ നിന്ന് ആ ടൈമിലെ ദിവാനായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് കേട്ടോ. ഇത് 1762 എന്ന് പറയുമ്പോൾ ആരുടെ സമയമാണ്? ധർമ്മരാജയുടെ സമയമാണ് കേട്ടോ. അതൊന്ന് ആലോചിച്ചോ. ഇത് ആനന്ദേശ്വര യുദ്ധത്തിന് ശേഷമുള്ള സന്ധിയാണ് 1757. അതിനും മുൻകൈ എടുത്ത ആൾ പാലിത്ത് കോമ്യച്ചനാണ്. അതിനുശേഷം 1758 നമ്മുടെ മാർത്താണ്ഡവർമ്മ നാട് നീങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം വരുന്ന ആളാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മരാജ, കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്നത്. ആട്ടക്കഥകളൊക്കെ കുറേ എഴുതിയിട്ടുള്ള രാജാവാണ്. സോ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ ഓരോ രാജാക്കന്മാർ എന്താ ചെയ്തിട്ടുള്ളത്, അവരുടെയൊക്കെ കറക്റ്റായിട്ടുള്ള ഇയറൊക്കെ പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യനാണ്, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളനം 1948 നടന്ന നഗരം ഏതാണ്? ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം നടന്ന ആദ്യ സമ്മേളനം 48 അത് നടന്നത് എവിടെയാണ്? ജയ്പൂർ ആണ് കേട്ടോ. ജയ്പൂരിലാണ് ആദ്യ സമ്മേളനം 48 നടന്നത്. 1948 ആരായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ പട്ടാഭി സീതാരാമയ്യനാണ് കേട്ടോ. പട്ടാഭി സീതാരാമയ്യനായിരുന്നു ജയ്പൂരിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യ INC സമ്മേളനം നടന്നത് ജയ്പൂരിലായിരുന്നു. ഇനി ദാർ കമ്മിറ്റി റിപ്പോർട്ടിനെ
ദർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് JVP കമ്മിറ്റിയെ നിയോഗിച്ചത് ഈ ഒരു സെഷനിൽ വെച്ചിട്ടാണ് കേട്ടോ. ദർ കമ്മിറ്റീൻ്റെ റിപ്പോർട്ടിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് 1948 JVP കമ്മിറ്റീൻ്റെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ദർ കമ്മിറ്റി. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി JVP കമ്മിറ്റിനെ രൂപീകരിച്ചതും ഈ ഒരു സെഷനിൽ വെച്ചിട്ടാണ്. ഇനി അതിന് ശേഷം ഉണ്ടായത് 1950 നാസിക്കിലാണ്. അത് പുരുഷോത്തമദാസ് ടണ്ടനാണ് കേട്ടോ. അതായത് ഏത് വർഷമാണ് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കായ INC സെഷനാണ് 1950 പുരുഷോത്തം ദാസ് ടണ്ടൻ്റെ അധ്യക്ഷതയിൽ നാസിക്കിൽ സംഭവിക്കുന്നത്. ഇനി ഇന്ത്യക്ക് ഒരു സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന പ്രസിദ്ധമായ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? 1955 ആവടി സെഷനാണ് കേട്ടോ. ആവടി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴെവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ UN ദബാറിൻ്റെ അധ്യക്ഷതയിലാണ് അത് നടന്നത്. ഇനി അതിനുശേഷം ഇന്ദിരാഗാന്ധി അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു വനിതാ അധ്യക്ഷ, അത് 1959 ഇന്ദിരാഗാന്ധിയാണ് ആയത്. അതിനുശേഷം 85 നമ്മുടെ രാജീവ് ഗാന്ധി ആവുന്നുണ്ട്. 97 സീതാറാം കേസരി ഉണ്ട്. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് സീതാറാം കേസരിയാണ് കേട്ടോ. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റാണ്. അങ്ങേര് ആയത് നമ്മുടെ കൊൽക്കത്ത സെഷനാണ് 97. പിന്നെ 98 നമ്മുടെ സോണിയാഗാന്ധി ആകുന്നത് കേട്ടോ. 98 സോണിയാഗാന്ധി ആകുന്നുണ്ട്. ഈ ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യത്തെ INC സെക്ഷൻ ഏതാണ്? ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യത്തെ INC സെക്ഷൻ എന്ന് പറയുന്നത് ഫൈസ്പൂറിലാണ് അല്ലേ. ഫൈസ്പൂറിലാണ് 1936-37 കാലഘട്ടത്തിൽ ഫൈസ്പൂറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലായിരുന്നു. ഈ ഫൈസ്പൂർ എവിടെയാണെന്ന് ചോദിച്ചാലോ, അത് മധ്യപ്രദേശ് കേട്ടോ. മധ്യപ്രദേശ് അല്ല, മഹാരാഷ്ട്ര കേട്ടോ. ഫൈസ്പൂർ ആണെങ്കിൽ മഹാരാഷ്ട്രയിലാണ്. ഇനി ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നതാണെങ്കിൽ അത് ത്രിപുരി സെഷനാണ് 39. ത്രിപുരി എവിടെയാണ്? മധ്യപ്രദേശിലാണ്. സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു, പക്ഷേ സ്ഥാനം രാജിവെക്കുകയും അതിന് പകരമായിട്ട് നമ്മുടെ രാജേന്ദ്ര പ്രസാദ് അതിൻ്റെ സ്ഥാനത്ത് കയറുകയുമാണ് ചെയ്തത്. പിന്നീട് മൗലിക അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച INC സെഷനോ? മൗലിക അവകാശങ്ങളെക്കുറിച്ചും സാമ്പത്തിക നയങ്ങളും ഒക്കെ അവതരിപ്പിച്ച INC സെഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 1931 കറാച്ചി സെഷനാണ്. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഇതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഇനി ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി നമ്മൾ സോഷ്യലിസ്റ്റ് സമ്പദ്ഘടന പറഞ്ഞു 55 ആവടി സെഷനായിരുന്നു. എന്നാൽ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സെഷനാണെങ്കിലോ, സോഷ്യലിസ്റ്റ് പാർട്ടി 1934, അത് രൂപീകരിച്ച വർഷം 34 ബോംബെ സെഷനാണ്. അതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ നേതൃത്വത്തിലാണ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച ആ ഒരു INCയിൽ അധ്യക്ഷത വഹിച്ചത് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി തൻ്റെ ദക്ഷിണാഫ്രിക്കൻ ജീവിതകാലത്ത് സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം വിവരിച്ച സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന കൃതി സമർപ്പിക്കുന്നത് ആർക്കാണെന്ന്? സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന കൃതി സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ മകൻലാൽ ഗാന്ധിക്കാണ് കേട്ടോ. മകൻലാൽ ഗാന്ധിക്കാണ് ഗാന്ധിജി സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന കൃതി സമർപ്പിക്കുന്നത്. നമുക്ക് ഗാന്ധിജീനെ സ്വാധീനിച്ച കുറച്ച് കൃതികളും അതിൻ്റെ കർത്താക്കളും അതുപോലെ ഗാന്ധിജീൻ്റെ കൃതികളും അതിനെ പറ്റിയിട്ട് കുറച്ച് NCERTലെ കുറച്ച് ഫാക്റ്റുകൾ നോക്കാം. ഗാന്ധിജിനെ ഒരു വെജിറ്റേറിയൻ ആക്കിയ അല്ലെങ്കിൽ ഗാന്ധിജിനെ വളരെയധികം സ്വാധീനിച്ച ഹെൻറി സോൾട്ടിൻ്റെ ഒരു കൃതിയാണ് പ്ലീ ഫോർ വെജിറ്റേറിയനിസം എന്നാണ് ഹെൻറി സോൾട്ടിൻ്റെ കൃതി. ഗാന്ധിജിനെ വെജിറ്റേറിയൻ ആവാൻ മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഹെൻറി സോൾട്ടിൻ്റെ പ്ലീ ഫോർ വെജിറ്റേറിയനിസം ആണ്. അതിൽ ഗാന്ധിജി ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രസംഗിച്ചത് 1891 ഫെബ്രുവരി 20 വെജിറ്റേറിയൻ സൊസൈറ്റിയുടെ യോഗത്തിലായിരുന്നു. ലണ്ടൻ വെജിറ്റേറിയൻ സൊസൈറ്റിയുടെ യോഗത്തിലായിരുന്നു ആദ്യമായിട്ട് പ്രസംഗിച്ചത്. ഇനി ഹെൻറി സ്റ്റീഫൻ സോൾട്ടാണ് എ പ്ലീ ഫോർ വെജിറ്റേറിയനിസം. അതുപോലെ ഹെൻറി ഡേവിഡ് തോറോയുടെ ജീവചരിത്രമൊക്കെ എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ഈ ഹെൻറി സ്റ്റീഫൻ സോൾട്ടാണ്. ഇദ്ദേഹം വെജിറ്റേറിയൻ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഇനി ദ കീ ടു തിയോസഫി ആരുടെയാണെന്ന് ചോദിച്ചാൽ ദ കീ ടു തിയോസഫി എന്ന് പറയുന്നത് തിയോസഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്ത ഒരാളുടെ ബുക്കാണ് ദ കീ ടു തിയോസഫി. അത് മാഡം ബ്ലാവറ്റ്സ്കി കേട്ടോ. മാഡം ബ്ലാവറ്റ്സ്കിൻ്റെ കൃതിയാണ് ദ കീ ടു തിയോസഫി. ഗാന്ധിജിയെ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ആകർഷ്ടനാക്കിയത് മാഡം ബ്ലാവറ്റ്സ്കിയിലെ ദ കീ ടു തിയോസഫി എന്ന പുസ്തകമാണ്. അപ്പോൾ നമ്മുടെ തിയോസഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്ത അല്ലെങ്കിൽ അത് വരാൻ കാരണമായിട്ടുള്ള 3 വ്യക്തികളാണ് നമ്മുടെ ഹെലേന പെട്രോവ്ന ബ്ലാവറ്റ്സ്കി, കേണൽ ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ട്, വില്യം കുവാൻ ജഡ്ജ്. ഇതിൽ ബ്ലാവറ്റ്സ്കി, ഓൾക്കോട്ട്, ജഡ്ജ് ഇങ്ങനെ പഠിച്ചാലും മതി. അപ്പോൾ ഈ 3 പേരാണ് തിയോസഫിക്കൽ സൊസൈറ്റി
1875 സെപ്റ്റംബർ 7 അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് സ്ഥാപിച്ചത്. അപ്പോൾ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് 1875 സെപ്റ്റംബർ 7 സ്ഥാപിതമായി. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് സ്ഥാപിതമായത്. ബ്ലാവറ്റ്സ്കിയും ഓൾക്കോട്ടും ജഡ്ജുമാണ് സ്ഥാപിച്ചത്. അതിൽ മാഡം ബ്ലാവറ്റ്സ്കിൻ്റെ ദ കീ ടു തിയോസഫി എന്ന പുസ്തകമാണ് ഗാന്ധിജീനെ തിയോസഫിക്കൽ സൊസൈറ്റിയിലേക്ക് ആകൃഷ്ടനാക്കിയത്. ഇനി തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം അടയാറിലേക്ക് മാറ്റിയ വർഷം പഠിക്കുക. അത് 1882 കേട്ടോ. 1875 ഫോം ചെയ്തു. 1882 അടയാറിലേക്ക് ആസ്ഥാനം മാറ്റുകയുണ്ടായി. ഇനി ഹെലേന പെട്രോവന ബ്ലാവറ്റ്സ്കിന് മറ്റ് കൃതികൾ ചോദിച്ചാൽ ദ വോയിസ് ഓഫ് സൈലൻസ്, ദ സീക്രട്ട് ഡോക്ട്രൈൻ, ദ കീ ടു തിയോസഫി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ദ സീക്രട്ട് ഡോക്ട്രൈനും ദ വോയിസ് ഓഫ് സൈലൻസും ഈ ബ്ലാവറ്റ്സ്കിൻ്റെ മറ്റ് 2 കൃതികളാണ്. ഇനി 1898 സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ല. 1898 സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. കാരണം PYQ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അത് സ്ഥാപിച്ചാണ് ആര്? മദൻ മോഹൻ മാളവ്യ. ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്ക് ലയിച്ച വേറൊരു സ്ഥാപനമാണ് ഈ സെൻട്രൽ ഹിന്ദു കോളേജ്. അത് സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. 1898 സ്ഥാപിച്ചത്. ലോകത്തിലെ എല്ലാ മഹത്തായ മതങ്ങൾക്കും തങ്ങൾക്ക് ജന്മഗൃഹം കണ്ടെത്താനാവുക ഇന്ത്യയിലാണ് എന്ന പ്രശസ്തമായ വചനം ആനി ബസന്റിനെയാണ് കേട്ടോ. ഇപ്പോൾ കോട്ടകളൊക്കെ 2-3 എക്സാമിന് കണ്ടു ചോദിച്ചതായിട്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി വെക്കുക. ലോകത്തിലെ എല്ലാ മഹത്തായ മതങ്ങൾക്കും തങ്ങളുടെ ജന്മഗൃഹം കണ്ടെത്താനാവുക ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ത്യൻ ഗ്രാമീണ വ്യവസ്ഥയെ തകർക്കാൻ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രപരമായ വിഡ്ഢിത്തമായിരുന്നു. ഇന്ത്യൻ ഗ്രാമീണ വ്യവസ്ഥയെ തകർത്തതെന്ന് പറഞ്ഞതും ആനി ബസന്റ് ആണ്. ഇനി ഗാന്ധിജി ലണ്ടൻ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗത്വം നേടിയ വർഷം 1891 മാർച്ച് 26 കേട്ടോ. അതായത് 1882 അടയാറിലേക്ക് ആസ്ഥാനം മാറ്റി. അതിനുശേഷം 1891 മാർച്ച് 26 ഗാന്ധിജി തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗത്വം നേടുന്നത്. ഇനി ഗാന്ധി ഭഗവത്ഗീത പരിചയപ്പെടുന്നത് എഡ്വിൻ അർണോൾഡ് എഴുതിയ ദ സോങ് സെലസ്റ്റിയൽ എന്ന പുസ്തകത്തിലൂടെയാണ്. അപ്പോൾ ദ സോങ് സെലസ്റ്റിയൽ ആരുടെയെന്ന് ചോദിച്ചാൽ എഡ്വിൻ അർണോൾഡിനെയാണ്. അതുവഴിയാണ് ഗാന്ധിജി ഭഗവത്ഗീത പരിചയപ്പെടുന്നത്. ഹിന്ദു മതത്തിൻ്റെ സാരാംശമായി ഗാന്ധിജി വിശേഷിപ്പിക്കുന്നതാണ് ഭഗവത്ഗീതനെ. ഇനി നമ്മുടെ സർ എഡ്വിൻ അർണോൾഡിൻ്റെ വേറൊരു പ്രശസ്തമായ പുസ്തകമുണ്ട്. നമ്മുടെ ബുദ്ധൻ്റെ കഥ പറയുന്ന പുസ്തകമാണ് ഏത്? ദ ലൈറ്റ് ഓഫ് ഏഷ്യ അല്ലേ. ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്നത് എഡ്വിൻ അർണോൾഡിൻ്റെ ഒരു പുസ്തകമാണ്. അതേപോലെ ദ സോങ് സെലസ്റ്റിയൽ പറഞ്ഞു. ഗാന്ധിജി ഭഗവത്ഗീതയെ പറ്റി കൂടുതൽ അറിഞ്ഞത് ദ സോങ് സെലസ്റ്റിയലിലൂടെയാണ്. ഇനി ഗാന്ധിജിനെ സ്വാധീനിച്ച കുറച്ച് മതങ്ങളാണ് ബുദ്ധമതം, ജൈനമതം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതമൊക്കെ ഗാന്ധിജിനെ സ്വാധീനിച്ചാണ്. അതിൽ ഗാന്ധിജി സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ യേശുവിനെയാണ്. മാനവരാശിയുടെ ഏറ്റവും വലിയ ഗുരുവാണ് യേശു എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ് കേട്ടോ. പിന്നെ ഇസ്ലാം മതവും ഒരു പരിധിവരെയൊക്കെ ഗാന്ധിജിനെ സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇനി നമ്മുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? ഗാന്ധിജീൻ്റെയും അതുപോലെ മുഹമ്മദ് അലി ജിന്നേൻ്റെ രാഷ്ട്രീയ ഗുരു ഒന്ന് തന്നെയാണ്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് കേട്ടോ. ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി നമ്മുടെ ആഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജരുടെ അവകാശങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് വോട്ടവകാശ നിരോധനം നിയമം കൊണ്ടുവന്നു ദക്ഷിണാഫ്രിക്കയിൽ. അപ്പോൾ അതിനെതിരെ ഗാന്ധിജി സംഘടിപ്പിച്ച അല്ലെങ്കിൽ ഗാന്ധിജി രൂപീകരിച്ചൊരു സംഘടനയുണ്ട്. അത് നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. വോട്ടവകാശ നിരോധം സ്റ്റാർട്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ്. അതിനെതിരെ ഗാന്ധിജി രൂപീകരിച്ച സംഘടന ചോദിച്ചാൽ നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ആണ്. ചിലപ്പോൾ നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് സ്ഥാപിച്ചതെന്ന് ചോദിക്കാം. അപ്പോൾ 2 രീതിയിലും പഠിച്ചു വെക്കാം. ഇനി 1894 മാർച്ച് 22 ഈ നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചത് കേട്ടോ. 1893 ഗാന്ധിജി ആഫ്രിക്കയിൽ എത്തുന്നത് അല്ലേ. എന്നിട്ട് 1894 നമ്മുടെ നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി സ്ഥാപിക്കുകയാണ് ചെയ്തത്. മാർച്ച് 22 കേട്ടോ. 94 മാർച്ച് 22. ഇനി ഗാന്ധി ഇന്ത്യൻ ആംബുലൻസ് സേന രൂപീകരിച്ചത് ഏതൊക്കെ യുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ്? ഗാന്ധിജി ഇന്ത്യൻ ആംബുലൻസ് സേന രൂപീകരിച്ചത് നമ്മുടെ ബോവർ യുദ്ധം എവിടെ നടന്നതാണ്? സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഒരു കാലഘട്ടത്തിൽ നടന്ന യുദ്ധമാണ് ബോവർ യുദ്ധം. അതിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് 1899 ബോവർ യുദ്ധത്തിലാണ് ഇന്ത്യൻ ആംബുലൻസ് സേന സ്ഥാപിച്ചത്. അതേപോലെ 1904 സുളു യുദ്ധമുണ്ട്, സുളു കലാപം. ചിലപ്പം ഈ കലാപത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ഏത് ഇയർ ആണ് ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ 1904 സുളു കലാപമുണ്ട്, 1899 ബോവർ യുദ്ധമുണ്ട്. ഈ 2 സമയത്താണ് നമ്മുടെ ഗാന്ധിജി ഇന്ത്യൻ ആംബുലൻസ് സേനയ്ക്ക് രൂപം നൽകിയത്. രണ്ടും ദക്ഷിണാഫ്രിക്കയിൽ നടന്ന യുദ്ധമാണ്.
ഇനി ഗാന്ധിജിയുടെ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ച വർഷം എന്താണ്? ഗാന്ധിജിയുടെ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് 1904 കേട്ടോ. ദർബണിലാണ് പ്രസിദ്ധീകരിച്ചത്. 1904 ദർബണിലാണ്. ഇന്ത്യൻ ഒപ്പീനിയനിലെ ചീഫ് എഡിറ്ററായി നിയമിതനായ വ്യക്തിയായിരുന്നു മൻസുഖ് ലാൽ നാസർ കേട്ടോ. ചീഫ് എഡിറ്ററായിരുന്നു മൻസുഖ് ലാൽ നാസർ. കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ. പാശ്ചാത്യ ചിന്തകരും MK ഗാന്ധി, അതായത് കുറേ പാശ്ചാത്യ ചിന്തകർ നമ്മുടെ മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ചിരുന്നു. അതിൽ കുറച്ച് ആൾക്കാരാണ് ജോൺ റസ്കിൻ, ഇംഗ്ലണ്ടുകാരൻ; ലിയോ ടോൾസ്റ്റോയ്, നമുക്കറിയാം, റഷ്യക്കാരനാണ്; ഹെൻറി ഡേവിഡ് തോറോണ്ട്, അമേരിക്കക്കാരനാണ്. അപ്പോൾ ഹെൻറി ഡേവിഡ് തോറോൻ്റെ ജീവചരിത്രം എഴുതിയ ആളാണ് ആര്? ഹെൻറി സോൾട്ട് കേട്ടോ. സോൾട്ട് എന്ന് പറഞ്ഞ നമ്മുടെ എ പ്ലീ ടു വെജിറ്റേറിയനിസം എഴുതിയ ആളാണ് നമ്മുടെ ഹെൻറി ഡേവിഡ് തോറോൻ്റെ ജീവചരിത്രം എഴുതിയ ആൾ. ഹെൻറി സ്റ്റീഫൻ സോൾട്ട് ആണ്. ഇനി നമ്മുടെ അൺ ടു ദിസ് ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് അൺ ടു ദിസ് ലാസ്റ്റ്. ഈ ബുക്ക് ആരുടെയെന്ന് ചോദിച്ചാൽ ജോൺ റസ്കിൻ്റെ ആണ് കേട്ടോ. അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുന്നത് അൺ ടു ദിസ് ലാസ്റ്റ് എന്ന് പറഞ്ഞ കൃതി ആരുടെയാണ്? നമ്മുടെ ജോൺ റസ്കിൻ്റെ പുസ്തകമാണ്. 1904 സുഹൃത്തായ HSN പൊള്ളക്കാണ് ഗാന്ധിക്ക് അൺ ടു ദി ലാസ്റ്റ് എന്ന പുസ്തകം നൽകിയത് കേട്ടോ. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന കൃതി സമർപ്പിച്ചത് മകൻലാൽ ഗാന്ധി എന്ന് പറഞ്ഞു. ഇനി ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കും, അൺ ടു ദിസ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഗാന്ധിജിക്ക് സമർപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് HSN പൊള്ളക്ക് കേട്ടോ. HSN പൊള്ളക്കാണ് അൺ ടു ദിസ് ലാസ്റ്റ് ആകുമ്പോൾ ഒക്കെ പൊള്ളയാവും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ HSN പൊള്ളക്കാണ് അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജിക്ക് സമർപ്പിച്ചത്. ഈ അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ സാമ്പത്തിക ശാസ്ത്രമാണ് കേട്ടോ. പ്രതിപാദ്യ വിഷയം എന്ന് പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്രമാണ്. ഇനി നമ്മൾ ഇന്ത്യൻ ഒപ്പീനിയൻ 1904 പറഞ്ഞു. അതുപോലെ തന്നെ 1904 ഗാന്ധിജി ഫോം ചെയ്ത ഒരു സംഘടനയാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റ് കേട്ടോ. ദർബനിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഒപ്പീനിയൻ കൊണ്ടുവന്ന അതേ സ്ഥലത്ത് തന്നെ ദർബനിൽ തന്നെയാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റും 1904 ഗാന്ധിജി ഫോം ചെയ്തത്. ഇനി സർവോദയ എന്ന പേരിൽ ഗാന്ധിജി ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത പുസ്തകം ചോദിച്ചാലും അൺ ടു ദിസ് ലാസ്റ്റ് ആണ് കേട്ടോ. അൺ ടു ദിസ് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ അൺ ടു ദിസ് ലാസ്റ്റ് ഏത് ഭാഷയിലേക്കാണ്? ഗുജറാത്തി ഭാഷയിലേക്കാണ് ഗാന്ധിജി തർജ്ജിമ ചെയ്തത്. ഏതാണ് അതിൻ്റെ പേരെന്തായിരുന്നു? സർവോദയ കേട്ടോ. സർവോദയ എന്ന പേരിലാണ് ഗാന്ധിജി അൺ ടു ദിസ് ലാസ്റ്റ് ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തത്. പിന്നെ നമ്മൾ അത് ഗാന്ധിജിക്ക് സമ്മാനിച്ച ആളുടെ പേര് പറഞ്ഞു, പൊള്ളക്കാണ് ഗാന്ധിജിക്ക് അത് സമ്മാനിച്ചത്. ഇനി സർവോദയ എന്ന പദത്തിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ക്ഷേമമാണ് കേട്ടോ. സർവോദയ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് എല്ലാവർക്കും ക്ഷേമം. ഇനി ജോൺ റസ്കിൻ്റെ നമ്മൾ പറഞ്ഞു അൺ ടു ദിസ് ലാസ്റ്റ് ഉണ്ട്. അത് കൂടാതെ ദ സ്റ്റോറീസ് ഓഫ് വെനീസ്, ദ 7 ലാപ്സസ് ഓഫ് ആർക്കിടെക്ചർ, ഇതൊക്കെ അങ്ങനെ കൃതിയാണ്. അൺ ടു ദിസ് ലാസ്റ്റ് മാത്രം ഓർത്ത് തന്നാൽ മതി. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ലിയോ ടോൾസ്റ്റോയുടെ പ്രസിദ്ധമായ കൃതി ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു, അതാണ് ഗാന്ധിജിനെ ഏറെ ആകർഷിച്ച ടോൾസ്റ്റോയിൻ്റെ പുസ്തകം കേട്ടോ. ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു ആണ്. അതിലെ മെയിനായിട്ടുള്ള പ്രതിപാദ്യ വിഷയം പാസീവ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ പാസീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അഹിംസ എന്നുള്ളൊരു മീനിങ് ആണ്. അഹിംസ അല്ല, നമ്മുടെ സത്യാഗ്രഹം എന്നുള്ളൊരു മീനിങ്ങിലാണ്. അല്ലെങ്കിൽ സത്യാഗ്രഹം എന്ന് പറയുന്നത് പാസീവ് റെസിസ്റ്റൻസിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ നമ്മുടെ ഗാന്ധിജിക്ക് കിട്ടുന്നത് ഈ ടോൾസ്റ്റോയിൻ്റെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു എന്ന പുസ്തകത്തിലൂടെയാണ്. പിന്നെ നമുക്കറിയാവുന്ന ടോൾസ്റ്റോയിൻ്റെ കൃതികളാണ് അന്ന കരീന, വാർ ആൻഡ് പീസ്, ഇതൊക്കെ നമുക്കറിയാവുന്ന കൃതികളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു പഠിക്കുക. ഡെത്ത് ഓഫ് ഇവാൻ എലീച്ചിൻ്റെ ഡെത്ത്. ഇവാൻ എലീച്ച് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? നമുക്കൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ്. ഇവാൻ എലീച്ച് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഇവാൻ എലിച്ച് അറിയില്ല, ഒരു ഫിലോസഫറാണ്, അത്രേ ഉള്ളൂ കേട്ടോ. ഇവാൻ എലിച്ച്, അതെനിക്ക് മാറിപ്പോയത് നമ്മുടെ ലെനിൻ്റെ ഒറിജിനൽ നെയിമായിട്ട് കൺഫ്യൂസ്ഡ് ആയത്. ലെനിൻ്റെ ഒറിജിനൽ നെയിമാണ് ഏത്? വ്ളാദിമിർ ഇല്ലിച്ച് ഒല്ലിനോവ് കേട്ടോ. വ്ളാദിമിർ ഇല്ലിച്ച് ഒല്ലിനോവാണ് ലെനിൻ്റെ പേര്. ഞാൻ വെച്ചു അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അടുത്ത കുറച്ച് ബുക്കുണ്ട്. നമ്മുടെ ഗാന്ധിജിക്ക് സിവിൽ ഡിസോബീഡിയൻസ്, നമ്മുടെ സിവിൽ ഡിസോബീഡിയൻസ് നിയമലംഘന പ്രസ്ഥാനം, അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഗാന്ധിജിനെ സഹായിച്ചൊരു പുസ്തകമാണ് എസ്ഐ ഓൺ ദ ഡ്യൂട്ടി ഓഫ് സിവിൽ ഡിസോബീഡിയൻസ്. എന്ന പുസ്തകമാണ് സ്വാധീനിച്ചത്. ഇത് എഴുതിയത് ഹെൻറി ഡേവിഡ് തോറോ ആണ് കേട്ടോ. ഹെൻറി ഡേവിഡ് തോറോൻ്റെ ആണ് എസ്ഐ ഓൺ ദ ഡ്യൂട്ടി ഓഫ് സിവിൽ ഡിസോബീഡിയൻസ്. പിന്നീട് നമ്മുടെ ഹെൻറി ഡേവിഡ് തോറോൻ്റെ വേറെ പുസ്തകമാണ് ലൈഫ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ ഉണ്ട്. ഓൺ ദ ഡ്യൂട്ടി ഓഫ് സിവിൽ ഡിസോബീഡിയൻസും ഉണ്ട്. ഇതും ഗാന്ധിജിനെ സ്വാധീനിച്ച വേറൊരു പുസ്തകമാണ്.
പിന്നെ ഫീനിക്സ് സെറ്റിൽമെൻറ്റ് നമ്മൾ പറഞ്ഞു 1904 ഡർബണിൽ ഫോം ചെയ്തതാണ്. ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ആരംഭിക്കാൻ ഗാന്ധിജിക്ക് പ്രചോദനമേകിയ കൃതി ചോദിച്ചാൽ അൺ ടു ദിസ് ലാസ്റ്റ് ആണ് കേട്ടോ. ജോൺ റസ്കിൻ്റെ അൺ ടു ദിസ് ലാസ്റ്റ് ആണ്. ഇനി ടോൾസ്റ്റോയി ഫാം, ഗാന്ധിജി ടോൾസ്റ്റോയി ഫാം രൂപീകരിച്ച വർഷം നോക്കിക്കോ 1910 കേട്ടോ. ടോൾസ്റ്റോയി ഫാം രൂപീകരിച്ചത് 1910. ടോൾസ്റ്റോയി ഫാം ആരംഭിക്കാൻ 1100 കേട്ടോ 1100 ഏക്കർ ഭൂമി സംഭാവന നൽകിയത് ഗാന്ധിജിയുടെ ജർമ്മൻ സ്നേഹിതനായ ഹെർമൻ കല്ലൻ ഭാഷാണ്. ഹെർമൻ കല്ലൻ ഭാഷാണ് ടോൾസ്റ്റോയ് ഫാമിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലം കൊടുത്തത് കേട്ടോ, കല്ലൻ ഭാഷ. ഇനി നമ്മുടെ മകൻലാൽ ഗാന്ധിനെ പറ്റിയിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. സമരമാർഗത്തിന് മകൻലാൽ ഗാന്ധി നിർദ്ദേശിച്ച പേര്, അതായത് ഗാന്ധിജിക്ക് സമരം തുടങ്ങണമല്ലോ ഇന്ത്യയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മകൻലാൽ ഗാന്ധി നിർദ്ദേശിച്ച പേരായിരുന്നു സത്യാഗ്രഹ എന്ന്. എന്തായിരുന്നു? സത്യാഗ്രഹ കേട്ടോ. സത്യാഗ്രഹയായിരുന്നു. സത്യാഗ്രഹ എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്ന അർത്ഥമായിരുന്നു. എന്നാൽ ഗാന്ധിജി ഇതിനെ എന്താക്കി മാറ്റി? പിന്നീട് സത്യാഗ്രഹ എന്ന് മാറ്റി. അപ്പോൾ സത്യാഗ്രഹ എന്താണ് സത്യാഗ്രഹ എന്ന് ഉൾത്തിരിഞ്ഞ് വരുന്നതാണ്. സത്യാഗ്രഹ എന്ന വാക്ക് ആദ്യമേ സജസ്റ്റ് ചെയ്തത് ഈ മകൻലാൽ ഗാന്ധിയാണ്. ഗാന്ധി ഇതിനെ സത്യാഗ്രഹം എന്ന് പരിഷ്കരിച്ചു. സത്യ എന്നാൽ സത്യവും, ഗ്രഹ എന്നാൽ മുറുകെ പിടിക്കുക എന്നുമാണ് അർത്ഥമെന്ന് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ യങ് ഇന്ത്യ, ഹിന്ദു സ്വരാജ് ഇതെല്ലാം ഗാന്ധിജിയുടെയാണ്. ഇനി ഹിന്ദു സ്വരാജ് വന്ന വർഷമാണെങ്കിൽ 1909 കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ വിപ്ലവ സഖ്യത്തിൽ ചേർന്നതിന് മരണശിക്ഷ വിധിക്കപ്പെട്ടെങ്കിലും അവസാന നിമിഷം ശിക്ഷയിൽ ഇളവ് ലഭിച്ച് സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെട്ട റഷ്യൻ സാഹിത്യകാരൻ ആരാണെന്ന്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ വിപ്ലവ സഖ്യത്തിൽ ചേർന്നതിന് മരണശിക്ഷ വിധിക്കപ്പെട്ടെങ്കിലും അവസാന നിമിഷം ശിക്ഷയിൽ ഇളവ് ലഭിച്ച് സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെട്ട റഷ്യൻ സാഹിത്യകാരൻ. അതിന് ആൻസർ ഫ്യോദർ ദസ്തയേവ്സ്കി കേട്ടോ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഫ്യോദർ ദസ്തയേവ്സ്കിനെയാണ് അവസാനം നാടുകടത്തപ്പെട്ടത്. ഓക്കെ, ഇന്ന് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുള്ളൂ. പക്ഷേ അതിൻ്റെ ഫാക്റ്റുകളെന്ന് പറഞ്ഞാൽ കടൽ പോലുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഞാൻ അതിൻ്റെ കുറച്ച് പറഞ്ഞു തന്നിട്ടുള്ളൂ. അതിൻ്റെ ഫാക്റ്റുകളൊക്കെ നിങ്ങൾ നോക്കി പഠിക്കുക. ബാക്കി നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറോട്ടി കാണുന്നവരെ എല്ലാവർക്കും ബൈ.